ജാരൻ ഈയിടെ ഡിജിറ്റൽ റിലീസായി സോഷ്യൽ മീഡിയയിൽ ഗംഭീര അഭിപ്രായം വന്ന ട്രെൻഡിംഗ് ആയ ഒരു മറാഠി ഹൊറർ പടമാണിത്. ഋഷികേശ് ഗുപ്തെ രചനയും സംവിധാനവും നിർവഹിച്ച് അമൃത സുഭാഷ്, അനിത ഡേറ്റ് കേൾക്കർ എന്നിവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇത് രാധയുടെ കഥയാണ്. അവളുടെ കുട്ടിക്കാലത്ത് ഗ്രാമത്തിലുള്ള തറവാട്ട് വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ദുർമന്ത്രവാദിനി രാധയുടെ ജീവിതം തന്നെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തുടക്കമാണ് പടത്തിനുള്ളത്. പക്ഷെ ആ തുടക്കത്തിലെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ സ്ഥിരം കാഴ്ചകളായിരുന്നു. അതായത് സാധാരണ ഹൊറർ സിനിമകളിൽ കാണുന്ന ഒരുപാട് ക്ലീഷ ഐറ്റംസ്. പടത്തിന്റെ അവസാനത്തെ ഒരു 20 മിനിറ്റ് പക്ഷെ വളരെ നല്ലതായിരുന്നു. സോ ക്ലൈമാക്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലൊരു ട്വിസ്റ്റ് ഉള്ളത് സത്യത്തിൽ ഞാൻ ഊഹിച്ചായിരുന്നു. അതായത് ഏത് ക്യാരക്ടറിനായിരിക്കും ശരിക്കും അത് സംഭവിച്ചത് എന്ന് എനിക്ക് ആദ്യം തന്നെ പിടികിട്ടിയിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ട്വിസ്റ്റിനും കൂടി ഒരു മറു ട്വിസ്റ്റ് പോലെ ഒന്നും കൂടി നൽകി പടം പിന്നെയും ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുക്തിബോധവും അന്ധവിശ്വാസവും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കഥയിൽ ബ്ലെൻഡ് ചെയ്തേക്കുന്നതും നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസുകളും അതുപോലെ ടെക്നിക്കലിയും പടം മികച്ചതാണ്. അഭിനയിച്ച എല്ലാവരുടെയും മികച്ച പെർഫോമൻസുകൾ തന്നെ പടത്തിലുണ്ട്. എല്ലാവരും ഇതിലെ നായികയുടെ പെർഫോമൻസിനെ ഒരുപാട് പുകഴ്ത്തിയിരുന്നു. അമൃത സുഭാഷ് എന്ന നടിയാണ് രാധയായിട്ട് വന്നിട്ടുള്ളത്. കിടു പെർഫോമൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കണ്ണും കവിളും ഒക്കെ വെച്ചിട്ട് കുറച്ച് ബ്ലിങ്കിങ് പോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ എനിക്ക് കരച്ചിൽ ഭാഗങ്ങളിൽ മാത്രം ചില കരയുന്നത് കാണുമ്പോൾ ചിരിക്കുന്നത് പോലെ ഒരു ഫീൽ വന്നായിരുന്നു. ഏതായാലും അമൃതയുടെ പ്രകടനം തന്നെയാണ് പടത്തിന്റെ വലിയൊരു ഹൈലൈറ്റ് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിലെ ഗംഗൂട്ടി എന്ന കഥാപാത്രമായിട്ട് വരുന്ന അനിത ഡേറ്റ് കേൾക്കറിന്റെ പ്രകടനം. പുള്ളിക്കാരി നമ്മുടെ തുമ്പാട് അതുപോലെ വാൽവി ഒരു കിടിലൻ മറാഠി ത്രില്ലറാണ്. അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അന്നോട്ടെ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിലും കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. ഡോക്ടറായിട്ട് വന്ന ജ്യോതി മാൽഷയെ, അതുപോലെ കിഷോർ കദം, അമ്മയായിട്ട് വന്ന സീമ ദേശ്മുഖ്, അങ്ങനെ എല്ലാവരുടെയും നല്ല പെർഫോമൻസുകൾ പടത്തിലുണ്ട്. നല്ല വിഷ്വലുകൾ സമ്മാനിച്ച ഇതിന്റെ ക്യാമറ മികച്ചതാണ്. മിലിന്ദ് ജോഗാണ് ഇതിന്റെ DOP. അഭിജിത്ത് ദേശ്പാണ്ഡെയുടെ എഡിറ്റിംഗും നല്ലതാണ്. ഇതിന്റെ മ്യൂസിക്കും എടുത്തു തന്നെ പറയണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തെ നന്നായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. AV പ്രഫുല്ലചന്ദ്രയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. സൗണ്ട് ഡിസൈനും നൈസ് ആണ്. മൊത്തത്തിൽ ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം അഭിനന്ദനം തന്നെ അർഹിക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ മേക്കപ്പും കോസ്റ്റ്യൂമും പ്രത്യേക പരാമർശം കൂടി അർഹിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ പടം ടെക്നിക്കലി നല്ലതാണ്. ഭയങ്കര ടെൻഷൻ ബിൽഡിംഗ് ഐറ്റമോ അല്ലെങ്കിൽ ഹൊറർ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല. ജംപ് സ്കെയർ സീനോ അങ്ങനെയൊന്നുമില്ല. ഹൊറർ എന്നതിലുപരി ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണെന്നുള്ളതാണ് എനിക്ക് പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതുപോലെ പടം അത്യാവശ്യം നല്ല സ്ലോ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് മുഷിപ്പൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ ഹൊറർ പടങ്ങളിലും കാണുന്ന ഒരുപാട് ടെംപ്ലേറ്റ് കാഴ്ചകൾ ഈ പടത്തിലും ഉണ്ട്. പിന്നെ ഇതിന് വന്ന ഒരു ഗംഭീര റിവ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ വേറെ ലെവൽ അങ്ങനെയൊന്നും തോന്നിയില്ല. ചിലപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് കണ്ടതുകൊണ്ടാവാം. മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ അങ്ങനെ വേറെ ലെവൽ ഐറ്റം ഒന്നും അല്ല എങ്കിലും ഒരു നല്ല ഡീസന്റ് സൈക്കോളജിക്കൽ ഹൊറർ ഡ്രാമയാണ് ജാരൻ. വെർത്ത് വാച്ചാണ്. കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. ഒരല്പം ക്ഷമയോടെ കാണണമെന്ന് മാത്രം. അങ്ങനെ കാണുകയാണെങ്കിൽ നല്ലൊരു ക്ലൈമാക്സ് ഒക്കെ സമ്മാനിക്കുന്ന ഒരു പടമാണ്. പടം C5 നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. 2 മണിക്കൂർ 4 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഒറിജിനൽ മറാഠി ലാംഗ്വേജിൽ മാത്രമേ പടം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. മലയാളം, തമിഴ് അങ്ങനെ ഡബ്ബിംഗ് ഒന്നുമില്ല. ഞാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചാണ് കണ്ടത്. 18+ ഒന്നുമല്ല. പക്ഷെ കുട്ടികൾക്ക് ചിലപ്പോൾ പേടി തോന്നുന്ന ചില രംഗങ്ങൾ പടത്തിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി.